തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്നത് 20th സെഞ്ച്വറിയുടെ ഒരു മധ്യഭാഗത്ത്, ഒരു മിഡിൽ പീരിയഡിലാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റൈൽ ഓഫ് തിയേറ്റർ, ഒരു ഡ്രാമ ജോണർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രാമ എന്ന് പറയുന്നത് എന്താണ്? എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹ്യൂമൻ ലൈഫിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളൊരു രീതിയിലുള്ള കോൺസെപ്റ്റാണ് ഈ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം അബ്സേർഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോക്കാം. അബ്സേർഡ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൂളിഷ്നെസ് അല്ലെങ്കിൽ സെൻസ്ലെസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടു റീസൺ, സംതിങ് സില്ലി ആൻഡ് റെഡിക്കുലസ്, ഇങ്ങനെ പല അർത്ഥം നമുക്ക് കൊടുക്കാം. എല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫൂളിഷ്നെസ്, അതായത് അർത്ഥമില്ലായ്മ, എന്താണ് നടക്കുന്നത് എന്നറിയാത്ത അവസ്ഥ. അതാണ് നമ്മൾ ഫൂളിഷ്നെസ് എന്ന് പറയുക, അല്ലേ? നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ വേറൊരാൾ പറയുമ്പോൾ നമ്മളതിനെ ഫൂളിഷ്നെസ് എന്ന് വിളിക്കും. സെയിം വേ ഈ തിയേറ്റർ ഓഫ് അബ്സേർഡിലും അബ്സേർഡായിട്ടുള്ള കാര്യങ്ങളാണ്, ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പാടായിരിക്കും. സെൻസ്ലെസ് ആണ്. ആ ഒരു സിറ്റുവേഷനായിട്ടോ ഒരു സാഹചര്യം നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അബ്സേർഡ് ആ ഒരു തിയേറ്ററിൽ കാണാൻ വേണ്ടി സാധിക്കുക. The state or condition in which human being exists in an irrational and meaningless universe and in which human life has no ultimate meaning. അതായത് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസപ്രകാരം നമ്മളുടെ കോൺസെപ്റ്റ് എന്താണ്? ഗോഡ് ഉണ്ട്, ഇല്ലേ? ഗോഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, നമ്മൾ ജീവിക്കുന്നത് തിരിച്ച് ഗോഡിലേക്ക് തന്നെ ചേരാനാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതല്ലെങ്കിൽ വേറൊരു വിശ്വാസം എന്താണ്? നമ്മളെല്ലാവരും പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ടതാണ്, നമ്മൾക്കൊരു ഒരു പാസ്റ്റ് നമുക്കുണ്ട്, നമ്മൾ പോകുന്നത് നല്ലൊരു സ്വർഗം നരകം ഇങ്ങനെയുള്ള കോൺസെപ്റ്റിലാണ്. നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പർപ്പസ് ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞാലും പറയുമോ അതെൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ എൻ്റെ തലയിൽ എഴുത്താണെന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതം ആരോ മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്, അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മുടെ എല്ലാവരുടെ മൈൻഡിലുള്ളത്. പക്ഷേ ഈ പറയുന്ന തിയേറ്റർ ഓഫ് അബ്സേർഡിൽ വരുമ്പോൾ ഈ കോൺസെപ്റ്റിന് ഫുൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതാണ് പറയുന്നത് ദർ ഇസ് നോ അൾട്ടിമേറ്റ് മീനിങ്. നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു അർത്ഥവുമില്ല. നമ്മളിങ്ങനെ ജീവിക്കുക, നമ്മൾ ഡിസൈഡ് ചെയ്യാം നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കരയാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ജോലിക്ക് പോകാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാം, ഇങ്ങനെയെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക. നമ്മളാണ് സെൻറ്റർ. നമ്മൾക്ക് ഒരു പൂർവ്വകാലം അല്ലെങ്കിൽ ഒരു പാസ്റ്റോ ഇല്ലെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചറോ ഇല്ല. നമ്മൾ ഈ ലൈഫ് ഇങ്ങനെ പോവുകയാണ് എന്നുള്ള ഒരു ഐഡിയ ആണ്. നമ്മളത് മീനിങ്ലെസ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കുക, പോസ്റ്റ് വേൾഡ് വാർ ആണ്, 20th സെഞ്ച്വറിയുടെ മിഡിൽ പീരിയഡാണ് എന്ന് പറയുമ്പോൾ ലോകത്ത് മൊത്തം യുദ്ധം നടക്കുന്ന സമയമാണ്, അല്ലേ? ആ യുദ്ധത്തിൽ ആളുകൾക്ക് അറിയില്ല എന്തിനാ ഇവർ യുദ്ധം ചെയ്യുന്നത്, യുദ്ധം ആരാണ് ഉണ്ടാക്കിയത്, അപ്പം നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെ ഒന്നിനൊരു അർത്ഥമില്ലാത്തൊരു സാഹചര്യമാണ് അവർക്ക് ഉണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ ആരുടെങ്കിലുമൊക്കെ റൂൾസ് അനുസരിക്കുകയും വിധേയരാകുന്ന മനുഷ്യനാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് എന്തിനാണ് ഈ റൂൾസ് ഇല്ലാണ്ട് ജീവിച്ചാൽ പോരെ, എന്നാൽ പിന്നെ ഫൈറ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് തിങ്ക് ചെയ്യുന്ന പോലെയാണ് ഈ മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിയേറ്റർ ഓഫ് അബ്സേർഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഇതാണ്, ദ യൂണിവേഴ്സ് ഈസ് മീനിങ്ലെസ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒന്നിനും ഒരു അർത്ഥമില്ല, നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് തിയേറ്റർ ഓഫ് അബ്സേർഡിൽ വരുന്നത്. ഓക്കെ, അതൊരു തിയേറ്റർ ഓഫ് അബ്സേർഡായിട്ട് മാറുമ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് ഡ്രാമ ദാറ്റ് എംഫസൈസ് ദ അബ്സേർഡിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ബൈ എംപ്ലോയിങ് ഡിസ്ജോയിൻഡ് റെപ്പറ്റിറ്റിയസ് ആൻഡ് മീനിങ്ലെസ് ഡയലോഗ്, പേർപ്പസ്ലെസ് ആൻഡ് കൺഫ്യൂസിങ് സിറ്റുവേഷൻ ആൻഡ് പ്ലോട്ട്സ് ദാറ്റ് ലാക്ക് റിയലിസ്റ്റിക് ഓർ ലോജിക്കൽ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മളിതൊരു ഡ്രാമയായിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ടാവും അതാണ് പറയാൻ പോകുന്നത്. ഡ്രാമയായിട്ട് വരുമ്പോൾ ഇതെന്താണ്? മനുഷ്യൻ്റെ ജീവിതമാണ്. നമ്മൾക്ക് നമ്മളെപ്പോലെ തന്നെ ക്യാരക്ടേഴ്സിനെ സ്റ്റേജിൽ കാണാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ അവരെന്താണ് രാവിലെ എണീറ്റ് നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇല്ലെങ്കിൽ രാവിലെ കണ്ടപാട് ഒരാളെ ഗുഡ് മോർണിംഗ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കില്ല ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അതുമാത്രമല്ല പറഞ്ഞ ഡയലോഗ്സ് തന്നെ അതിനൊരു കണക്ഷൻ ഉണ്ടാവില്ല. ഇവരെന്താ പറയുന്നത് നമുക്ക് തോന്നിപ്പോവും. ഓക്കെ, അതുപോലെ മീനിങ്ലെസ് ഡയലോഗ്, എന്തൊക്കെയോ ഡയലോഗ് പറയും, നമുക്കൊന്നും മനസ്സിലാവില്ല, അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. പേർപ്പസ്ലെസ് ആൻഡ് കൺഫ്യൂസിങ്. ഒരു സിറ്റുവേഷനിൽ പറയേണ്ട വാക്കുകളുണ്ട്, പറയേണ്ടാതിരിക്കേണ്ട വാക്കുകളുണ്ട്, നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ ആ ഡ്രാമയിൽ അങ്ങനെ ആയിരിക്കില്ല. പർപ്പസ് ഒന്നും നോക്കില്ല, വായി തോന്നുന്നത് അപ്പം പറയാം. ചിലപ്പോൾ ഒരു മരണ വീട്ടിലായിരിക്കും പാട്ട് പാടുന്നുണ്ടാവുക, അല്ലേ? നമുക്കത് നമ്മളുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ അത് മീനിങ് അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലേ? പക്ഷെ അവിടെ അതിനൊരു മീനിങ് ഉണ്ടാവും,
അല്ലെങ്കിൽ അവരൊരു മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ ചെയ്യുന്നത്, അബ്സേർഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഫൂളിഷ്നെസ് ആണ് ചെയ്യുന്നത്. പിന്നെ കൺഫ്യൂസിങ് സിറ്റുവേഷൻസ് ആണ്, നമുക്ക് തന്നെ കൺഫ്യൂസ് ആകുന്ന കാര്യങ്ങളായിരിക്കും ഡ്രാമയിൽ നമ്മൾ കാണുക. ഓക്കെ, അതുപോലെ തന്നെ പ്ലോട്ട്, നമുക്കറിയാം അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു ഡ്രാമ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ഷേക്സ്പിയറിൻ്റെത് നമ്മൾ ക്ലാസിക്കൽ പീരീഡ് തൊട്ട് പഠിക്കുകയാണെങ്കിൽ ഡ്രാമകൾക്ക് ആക്ട് ഉണ്ടാവണം, സീൻ ഉണ്ടാവണം, ഇങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലേ. യൂണിറ്റി ഓഫ് പ്ലേസ്, ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. 3 യൂണിറ്റീസ് ഓഫ് ഡ്രാമ അല്ലേ. ഒരു കഥ നടക്കേണ്ടത് ഇത്ര സമയത്തിൻ്റെ അകത്തായിരിക്കണം എന്ന് പറയും. ചിലപ്പോൾ കഴിഞ്ഞ സീനിൽ രാവിലെ ആണെങ്കിൽ അടുത്ത സീനിൽ എന്തായിരിക്കും, രാത്രിയായിരിക്കും, ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള സീനായിരിക്കും. അപ്പോൾ ഒരു സിമിലാരിറ്റി ഇല്ലാത്ത ലൊക്കേഷൻസ്, ടൈംസ് ഒക്കെ ആയിരിക്കും തിയേറ്റർ ഓഫ് അബ്സേർഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ലോജിക്കൽ ഡെവലപ്മെൻറ്റ് തീരെ ഉണ്ടാവില്ല. റിയലിസ്റ്റിക് ആണോ? അല്ല. നമുക്കങ്ങോട്ട് റിയലിസ്റ്റിക് ആണ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ളതാണെന്ന് തോന്നുക പോലും ചെയ്യില്ല. ഇനി നമുക്ക് ഒറിജിൻ ഓഫ് ദ തിയേറ്റർ ഓഫ് അബ്സേർഡ്, എങ്ങനെയാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് ഉണ്ടായതെന്ന് പറയാം. As a new form of a drama, theatre of absurd was originated in France after the Second World War. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിലാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് ഡെവലപ്പായി വരുന്നത്. ഇറ്റ് വാസ് ദ നെയിം കോയിൻഡ് ബൈ മാർട്ടിൻ എസ്ലിൻ in his book Theatre of Absurd, which was published in 1961. 1961 തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്നുള്ള പേരിൽ മാർട്ടിൻ എസ്ലിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതുകയുണ്ടായി. അതിലാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ the playwrights of the theatre of absurd engaged in creating extremely comical plays, both form and contents, which reveal the conditions of human beings' existence in modern society. വളരെ കോമിക്കൽ ആയിട്ടുള്ള പ്ലേസ് ആണ് ഈ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡിൽ എൻഗേജ് ചെയ്യുന്ന പ്ലേ റൈറ്റ്സുകൾ ചെയ്തിരുന്നത്. അതിൻ്റെ ഫോം ആയിക്കോട്ടെ, കോണ്ടന്റ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ചിരി വരുന്ന പോലെയാണ്. ആ മോഡേൺ സൊസൈറ്റിയിലെ സിറ്റുവേഷൻസ് വെച്ചായിരിക്കും ആ ഡ്രാമാസ് ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും പീക്കിലെത്തുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1960s 70s തിയേറ്റർ ഓഫ് അബ്സേർഡ് വളരെയധികം ഇങ്ങനെ ജ്വലിച്ചു നിന്നൊരു ടൈം എന്ന് പറയുന്നത്. അത് ഫ്രാൻസിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളും തിയേറ്റർ ഓഫ് അബ്സേർഡിൻ്റെ ഇൻഫ്ലുവൻസ് കാണാനിടയായി. പിന്നെ ഒറിജിൻ ഓഫ് തിയേറ്റർ അബ്സേർഡ് പറയുമ്പോൾ അതൊരു യൂണിഫൈഡ് മൂവ്മെൻ്റ് ആയിരുന്നില്ല. ഓക്കെ, ഇറ്റ് വാസ് ഫോംഡ് ഇൻ സ്റ്റേജസ് ബൈ സെപ്പറേറ്റ് പീപ്പിൾ ഇൻ സെപ്പറേറ്റ് പ്ലേസസ് ആൻഡ് ടൈംസ്. അതായത് പല കാലങ്ങളിൽ പല സമയങ്ങളിലായിട്ടാണ് ഈ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഡെവലപ്പായി വന്നത്. അതിനൊരു പെർട്ടിക്കുലർ സ്റ്റേജ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള ആൽബർട്ട് കാമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യം ഈ ഒരു അബ്സേർഡിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. പിന്നീട് തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത് മാർട്ടിൻ എസ്ലിനാണ്. ആൽബർട്ട് കാമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി യൂസ്ഡ് ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് ആസ് എ ഡിവൈസ് ടു ബ്രിങ് അറ്റൻഷൻ ടു സർട്ടൻ ഹ്യൂമൻ ട്രേറ്റ്സ്, ബിവൈൽമെന്റ്, വണ്ടർ ആൻഡ് ആങ്സൈറ്റി ഇൻ ദ ഫേസ് ഓഫ് ആൻ അൺഎക്സ്പ്ലെയിനബിൾ യൂണിവേഴ്സ്. അതായത് അദ്ദേഹം ഈ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡ് ഉപയോഗിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്കെല്ലാവരുടെ ഉള്ളിലും ഒരു അടക്കി വെച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ ഒരു പ്രാന്തമായ ഒരു ക്രേസി ബിഹേവിയറൊക്കെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. ഇതൊക്കെ ഓപ്പണായി തുറന്ന് കാണിക്കാൻ വേണ്ടി യഥാർത്ഥ മനുഷ്യനായി പ്രസൻറ്റ് ചെയ്യാനാണ് ഈ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡ് ഉപയോഗിച്ചത്. ഓക്കെ, നമ്മളെല്ലാ സിറ്റുവേഷനിലും നമ്മൾ കരയുന്നില്ലല്ലോ. ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കരയണം തോന്നും, പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരു റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളൊരു തിയേറ്റർ ഓഫ് അബ്സേർഡ് ആ ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ, എക്സിസ്റ്റൻഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് ഓപ്പണായി പ്രകടിപ്പിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻസ് നോക്കാം ട്രഡീഷണൽ അബ്സേർഡ് ഡ്രാമയും തമ്മിലുള്ളത്. ട്രഡീഷണൽ അബ്സേർഡ് ഡ്രാമ എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ഉണ്ടാവും, മിഡിൽ ഉണ്ടാവും, എൻഡ് ഉണ്ടാവും. അതുപോലെ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ, അതുപോലെ ക്ലിയർ ഇമേജ്, സിറ്റുവേഷൻ, കംപ്ലീറ്റ് സ്റ്റോറി, ഇൻ്റലക്ച്വൽ പ്രോബ്ലം, നറേറ്റീവ് ഫോം ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ തന്നെ നമുക്ക് ട്രഡീഷണൽ ഒരു അബ്സേർഡ് ഡ്രാമയിൽ കാണാം. പക്ഷേ നമ്മൾ അബ്സേർഡ് ഡ്രാമ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ ഒരു പ്ലോട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ലാക്ക് ഓഫ് പ്ലോട്ട് ഉണ്ടാവില്ല, ക്യാരക്ടേഴ്സൊക്കെ തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അബ്സേർഡ് ഡയലോഗ്സ് ആയിരിക്കും, മീനിങ്ലെസ് ഡയലോഗ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മീനിങ്ലെസ് എക്സിസ്റ്റൻസ്, അവരെന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് ഒരു അർത്ഥവും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഒരു എൻഡിങ് ഉണ്ടാവില്ല, ഒരു ക്ലിയർ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് എന്ന് പറയുന്നത് മാർട്ടിൻ എസ്ലിൻ, സാമുവൽ ബെക്കറ്റ്, യൂജിൻ ഇനിയോൻസ്കോ,
ആൽബർട്ട് ക്യാമസ്, ഹാരോൾഡ് പിന്റോ, എഡ്വേർഡ് ആൽബി തുടങ്ങിയ ആൾക്കാരാണ്. ഓക്കെ, ഇവരൊക്കെ ഈ തിയേറ്റർ ഓഫ് അബ്സേർഡിൽ വരുന്ന ആൾക്കാരാണ്. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡ്രാമാസ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ഗോഡോത്ത് ബൈ സാമുവൽ ബെക്കറ്റ്, അതുപോലെ തന്നെ ബാൽഡ് സൊപ്രാനോ, ദ ബാൽക്കണി, ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ മീനിങ്ലെസ് ഓഫ് ലൈഫ്, നോ വണ്ടർ, നോ ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ്, ലാക്ക് ഓഫ് പ്ലോട്ട്, elements of existentialism, puzzled dialogues, nonsense language, characters are stereotypical and archetypal, and absurd and unexplained ending, comic scenes. ഓക്കെ, ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് വെയിറ്റിംഗ് ഫോർ ഗോഡത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.